അങ്ങനെ ഇതാ എറണാകുളം ജില്ലയിൽ വീണ്ടും സൂര്യകാന്തി പൂത്തിരിക്കുകയാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂരിലെ കണ്ടനാട് പുന്നച്ചൽ നെൽപ്പാടത്തിലാണ് ഈ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് 4ാമത്തെ വർഷമാണ് സൂര്യകാന്തി കൃഷി ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരും മറന്നു പോകരുതാത്തൊരു പേരാണ് മഹാനടനായ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയതല്ലേ. അദ്ദേഹത്തിന് വേണ്ടി കണ്ടനാട്ടെ പാടശേഖരത്തിൽ ഒരു സ്മാരകം ഒരുക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം തരിശായി കിടന്നിരുന്ന ഈ ഭൂമി കൃഷിയോഗ്യമാക്കിയതും പൊന്നു വിളയിച്ചതും നടൻ ശ്രീനിവാസൻ സാറിന്റെ നേതൃത്വത്തിലായിരുന്നു. 14 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇവിടെ ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്മാരകം ഒരുക്കാൻ ഇതിലും മികച്ചൊരു സ്ഥലം വേറെയില്ല. കുറെ മാസങ്ങൾക്ക് മുമ്പ് നെല്ലുകൊണ്ട് നിറഞ്ഞിരുന്ന ഈ സ്ഥലം ഇപ്പോൾ വൈവിധ്യമാർന്ന ജൈവ പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ഈ വിളകൾക്കൊപ്പം തന്നെ സജീവമായി നമ്മുടെ സൂര്യകാന്തിയും അതുപോലെ തന്നെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ കളറിലുള്ള ജമന്തിയും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 15 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു കൃഷിയിൽ വെള്ളരിക്ക, വെണ്ടയ്ക്ക, പീച്ചിങ്ങ, പാവയ്ക്ക, പൊട്ടുവെള്ളരി, 7 തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ, ചീര, തണ്ണിമത്തൻ, ഷമാം തുടങ്ങിയ പഴങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ വിളകളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവരോട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇതിനോട് ചേർന്നിട്ടുള്ള 80 സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് മുന്നേയും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് കേട്ടോ. ഈ ഒരു സമയത്തെ ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വരുമ്പോൾ വെള്ളവും കുടയും ഒക്കെ കരുതിയിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നമ്മൾ തമിഴ്നാടും കർണാടകയൊക്കെ കാണുന്ന സൂര്യകാന്തി പാടം എക്സ്പെക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. ഇത് ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സൂര്യകാന്തി പാടാണ്. പക്ഷെ അവർ മനോഹരമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക. മെയ് മാസം ഒരു പകുതി വരെ ഉണ്ടാവുള്ളൂ പൂക്കളൊക്കെ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ കേട്ടോ.